ഒരു ആർട്ടിസ്റ്റ് അടുത്ത് നിന്ന് അഭിനയിക്കുമ്പോഴും നമ്മൾ എങ്ങനെ സംസാരിക്കണം, കുറച്ച് എവേ നിന്ന് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം, ഈ വ്യത്യാസങ്ങൾ പലർക്കും അത് മൈക്കിൽ നിന്ന് ഡബ് ചെയ്യുമ്പോൾ അത് ആൾക്കാർ ഉൾക്കൊള്ളില്ല. അത് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ യേശുദാസിൻ്റെ പാട്ട് കേട്ടാൽ തന്നെ അറിയാം. നമ്മളിപ്പോൾ ഈ രാമകഥ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. പുള്ളി ഇങ്ങനെ പാടി വന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് മൂക്ക് അങ്ങ് പറയുമ്പോഴത്തേക്ക് ബേസ് വരുമ്പോഴത്തേക്ക് പുള്ളി മൂക്കിലേക്കാണ് ആ ഇത് കൊണ്ടുവന്നത്. കാര്യം നമ്മുടെ ശബ്ദത്തിന്റെ ബേസ് എവിടെ നിന്നാണ് വരുന്നത്? മൂക്കിൽ കൂടിയാണ്. അല്ലേ? മൂക്കൊന്ന് അടച്ചു പിടിച്ചൊന്ന് സംസാരിച്ചു നോക്കി, ബേസ് ഉണ്ടാകുകയില്ല. അപ്പോൾ എല്ലാവരും ആ സമയത്ത് എത്ര ബേസിൽ വേണമെങ്കിൽ മൂക്കാണ് കൂടെ, അല്ല വായിക്കൂടെ അല്ല ബേസ് വരുന്നത്. മൂക്കാണ് അതിൻ്റെ നമ്മുടെ ബോഡി വരുന്നതെന്ന് പറഞ്ഞു. നോട്ട് നമുക്ക് താഴോട്ട് പോകുമ്പോഴത്തേ എന്ന് പാടുന്നതിനേക്കാൾ നമുക്ക് താഴോട്ട് വരുമ്പം ഇപ്പം മന്ത്രസ്ഥായിയിലൊക്കെ പാടുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്ന ശബ്ദത്തിൻ്റെ ഒരു ഇതെല്ലാം ശരിക്കും നോസ് അടച്ചു പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥായി ഒന്നും കിട്ടാനായിട്ടേ പറ്റില്ല. നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് പക്ഷെ മുകളിൽ നമുക്ക് പാടാം, മൂക്ക് അടച്ചു പിടിച്ചാലും പാടാൻ പറ്റും, ഇല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ എന്നാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്കാണെങ്കിലും അത് ഈ ഈ ഈ കഥാപാത്രം ഇപ്പം എന്താണ്, നമ്മളിപ്പോൾ മൈക്ക് ഇത്രയും അടുത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഇന്റർവ്യൂ എടുക്കുന്നതൊക്കെ ഉള്ളത്. അപ്പോൾ അതുപോലെയല്ല നമ്മൾ മൈക്കിൻ്റെ ഇങ്ങനത്തെ വലിയ ഈ മൈക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഡബ് ചെയ്യുന്നത്. ഈ ഡബ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുണ്ടിൻ്റെ മുമ്പിലാണ് ഈ മൈക്ക് ഇരിക്കുന്നത്, ഇല്ലേ? ഇങ്ങനെയായിരിക്കുന്നത് മൈക്ക്. അപ്പോൾ ഇതിലിങ്ങനെ നമ്മളിപ്പോൾ വെച്ചാൽ വളരെ സോഫ്റ്റായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഈ ബ്ലോ ഒട്ടും ഇതിൽ വരത്തില്ല. അപ്പോൾ ഈ ബ്ലോയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ എൻജിനീയർ അതിനനുസരിച്ച് മൈക്ക് ഫേസിങ് ഒന്നുകിൽ ബാക്കിലേക്ക് ഇറങ്ങാൻ പറയും. അപ്പോൾ അങ്ങനെ അവരെ കൊണ്ട് ഇതിലേക്ക് ഇറക്കാതെ ഇത് രണ്ടും ചെയ്യുക എന്ന് പറയും. ത്രോ ഉള്ളതും വോയിസിന് ദൂരെയുള്ള ഒരാളോട് സംസാരിക്കുമ്പോഴും നമ്മൾ അങ്ങനെ പറയും, ഷൗട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ചേട്ടാ ഇച്ചിരി മൈക്കിൽ നിന്ന് ബാക്കിലേക്ക് ഇറങ്ങുക എന്ന് പറയും. ഞാൻ അങ്ങനെ ഇറങ്ങില്ല, ഞാൻ അവിടെ നിന്ന് തന്നെ പറയുന്നത്. പക്ഷെ അവനാ ഇറങ്ങിയ ഫീല് ഞാൻ അവിടെ കൊടുക്കും. അതാണ് വോയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഞങ്ങൾ നാടകത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന കാര്യം അതാണ്, വോയിസ് കൺട്രോൾ. കാര്യം നമ്മൾ അവിടെ ഞങ്ങളുടെ ഹീറോ എന്ന് പറഞ്ഞ മൈക്കാണ്.